ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് നെക്സസിൽ സംഭവിക്കാൻ പോകുന്ന പുതിയൊരു മാറ്റത്തിനെ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പം നിലവിൽ നമ്മൾ ഫിൻടെക് പ്രോജക്റ്റുകളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു 6-7 വർഷങ്ങളായിട്ട് ATMന്റെ ഫ്രാഞ്ചൈസികൾ, അതുപോലെ തന്നെ ഫിൻടെക് സേവാ കേന്ദ്രങ്ങളുടെ ഫ്രാഞ്ചൈസികൾ, ബാങ്കിങ്ങിൻ്റെ BCകൾ, മിനി ATMകൾ, മൈക്രോ ATMകൾ, ഇങ്ങനെ ഒട്ടനവധി സേവനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന നെക്സസ് ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള മറ്റൊരു ബിസിനസ്സിലേക്ക് കൂടി മുന്നോട്ട് വരികയാണ്. അതായത് നിങ്ങൾക്കറിയാം, 2013 നെക്സസ് ആരംഭിച്ചത്. നെക്സസ് ആരംഭിക്കുന്ന സമയത്ത് നെക്സസ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് സോഫ്റ്റ്വെയർ ആയിരുന്നു. Akshaya എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ വഴിയാണ് കേരളത്തിലെ അക്ഷയ കേന്ദ്രങ്ങൾക്കൊക്കെ സേവനങ്ങളൊക്കെ നൽകിക്കൊണ്ടാണ് ഈ ഒരു സേവനം ഞങ്ങൾ ആരംഭിച്ചത്. സംസ്ഥാനത്ത് ഏകദേശം 1000-ലധികം സംരംഭങ്ങൾ നമ്മുടെ ഈ പോർട്ടൽ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് നെക്സസിന്റെ കോർ പ്രൊജക്ട് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ തന്നെയാണ്. അപ്പോൾ സോഫ്റ്റ്വെയർ വഴിയാണ് നമ്മൾ ഈ ഒരു ഫിൻടെക് മേഖലയിലേക്ക് എത്തിയത്. പിന്നെ നെക്സസിൻ്റെതായിട്ടുള്ള ഫിൻടെക് സോഫ്റ്റ്വെയറുകൾ വന്നു, പിന്നെ ATM ഇൻ്റഗ്രേഷൻസ് വന്നു. അങ്ങനെ സോഫ്റ്റ്വെയറിൽ നിന്ന് തുടങ്ങിയൊരു യാത്രയാണ് ഇപ്പോൾ ഫിൻടെക് മേഖലയിൽ എത്തിയിരിക്കുന്നത്. ഇപ്പം നമ്മൾ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയൊരു പ്രോജക്റ്റിലേക്ക് കാൽ വയ്ക്കുകയാണ്. അതാണ് നെക്സസ് ലീഡ് AI എന്ന പേരിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ പുതിയൊരു പ്രോജക്റ്റായിട്ട് വരുന്നത്. കുറച്ച് ദിവസങ്ങളായി നമ്മുടെ ഫേസ്ബുക്ക് ചാനലിലും ഇൻസ്റ്റാഗ്രാം ചാനലിലും അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെ ആയിട്ട് നമ്മൾ ഈ ലീഡ് AIൻ്റെ കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ട്രെയിനിങ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും കൗതുകം ഉണ്ടാവും. കുറേ ആളുകൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് റിവീൽ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് അതിൽ വരുന്ന ബെനിഫിറ്റുകൾ കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ ലക്ഷ്യം. കൂടുതൽ ആമുഖം പറയുന്നില്ല, ഇനി അതിൻ്റെ വിഷയത്തിലേക്ക് കിടക്കാം. അപ്പോൾ നെക്സസ് ലീഡ് AI ഞങ്ങൾ ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ബിസിനസ് ഓട്ടോമേഷനാണ്. എന്താണ് ഈ ബിസിനസ് ഓട്ടോമേഷൻ? ഇപ്പോഴത്തെ ബിസിനസ്സുകാർ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ട് അസൈൻ ചെയ്തെടുത്ത് അതിനുള്ളൊരു സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ് ലീഡ് AIയുടെ ലക്ഷ്യം. ഇപ്പോൾ നെക്സസ് തന്നെ പല പ്രോഗ്രാമുകളിലും പങ്കെടുക്കാറുണ്ട്. മനോരമയുടെ എക്സ്പോ ആയാലും അതുപോലെ തന്നെ മറ്റ് പ്രോഗ്രാമുകളുടെ എക്സ്പോ ആയാലും ഒക്കെ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ അനേക സംരംഭകരെ കാണാറുണ്ട്. 100 കണക്കിന് സംരംഭകർ അവരുടെ പ്രൊഡക്റ്റുകളും പ്രൊജക്റ്റുകളും ഒക്കെ ആയിട്ട് അവിടെ വന്ന് എല്ലാ ആളുകൾക്കും ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതൊക്കെ ആയിട്ട് നമ്മൾ കാണാറുണ്ട്, നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. നെക്സസിനെ സംബന്ധിച്ചിടത്തോളം ഫിൻടെക് പ്രോജക്റ്റ് സെയിൽ ചെയ്യുക അല്ലെങ്കിൽ അത് മാർക്കറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷെ പുതുതായിട്ട് ഈ മേഖലയിലേക്ക് വരുന്ന ഒരു സംരംഭകൻ അല്ലെങ്കിൽ പുതിയൊരു പ്രോജക്റ്റ് അല്ലെങ്കിൽ പുതിയൊരു പ്രോഡക്റ്റ് ഇത് മാർക്കറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കസ്റ്റമേഴ്സിനെ കണ്ടെത്തുക എന്നുള്ളതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അത് മാർക്കറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ള അവസരത്തിലാണ് ഇപ്പം നോർമലി പണ്ടൊക്കെ നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ പരസ്യമൊക്കെ കൊടുത്തിട്ടായിരുന്നു കസ്റ്റമേഴ്സിനെ ആകർഷിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ മെറ്റയിലൂടെയാണ് നമ്മൾ ഈ ലീഡ്സ് കളക്ഷനും അതുപോലെ തന്നെ ആളുകളായിട്ട് കോൺടാക്ട് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അധികം കമ്പനികളൊന്നും ഇപ്പോഴും മെറ്റാ ലീഡ്സിലേക്കൊന്നും മാറിയിട്ടില്ല. എന്താണ് മെറ്റാ ലീഡ്സ് എന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. മെറ്റാ ലീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നമ്മൾ പരസ്യങ്ങൾ ഇങ്ങനെ കാണാറുണ്ട് അല്ലേ. ഇപ്പോൾ നെക്സസിൻ്റെ തന്നെ ഒരുപാട് പരസ്യങ്ങൾ നിങ്ങൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കണ്ടുകൊണ്ടായിരിക്കും നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്തത്, അതുപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഈ പരസ്യം എന്ന് പറയുന്നത് പെയ്ഡ് ആയിട്ട് നടക്കുന്ന ഒരു പരസ്യമാണ്. അതായത് നമ്മൾ പേയ്മെൻറ്റ് മെറ്റയ്ക്ക് കൊടുത്ത്, മെറ്റയാണ് ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും മാനേജ് ചെയ്യുന്നത്. അപ്പോൾ മെറ്റയ്ക്ക് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തതിന് ശേഷം മെറ്റയാണ് നമ്മുടെ പരസ്യം ആർക്കൊക്കെ കാണണം എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ സെഗ്മെൻറ്റിലുള്ള ആളുകൾക്ക് ഈ പരസ്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു ബിസിനസ്സുകാർക്ക് വേണ്ടി മാത്രം പരസ്യം കാണണമെങ്കിൽ ബിസിനസ്സുകാരായിട്ടുള്ള ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ലോഗിൻ ഉള്ള ആളുകൾ മാത്രമേ അത് കാണുള്ളൂ. അതുപോലെ സ്റ്റുഡൻസിന് കാണണം എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിന് മാത്രമേ അത് കാണുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്തിട്ട് അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിട്ട് അതിൻ്റെ ലീഡ്സ് കളക്ട് ചെയ്യുന്ന വിഭാഗമാണ് മെറ്റ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഗൂഗിൾ ആഡ്സെൻസ് വഴിയും നമുക്ക് എന്ത് ചെയ്യാം, അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാം, യൂട്യൂബ് വഴിയും ചെയ്യാം. ഇങ്ങനെയുള്ള ഒരുപാട് മേഖലകളുണ്ട്. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ചെയ്യുന്ന ഭൂരിഭാഗം കമ്പനികളൊന്നും ഇപ്പോഴും മെറ്റയിലേക്കോ ലീഡ് കളക്ഷനിലേക്കോ എത്തിയിട്ടില്ല. അങ്ങനെ എത്തിയ കമ്പനികൾക്കാണെങ്കിൽ തന്നെ ഇപ്പം ലീഡ് കളക്ട് ചെയ്യുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളുണ്ട്, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വിൽക്കുന്ന സ്ഥാപനങ്ങളൊക്കെ ഫേസ്ബുക്ക് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ലീഡ് കളക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ലീഡിന് കൃത്യമായിട്ട് പ്രോപ്പറായിട്ടുള്ള റിപ്ലൈ കൊടുക്കുവാനോ അല്ലെങ്കിൽ കൃത്യമായിട്ട് അത് അസൈൻ ചെയ്യുവാനോ അവർക്ക് കഴിയുന്നില്ല.
അത് സത്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ദിവസം ലീവ് ആണെങ്കിൽ നമ്മുടെ സ്റ്റാഫ് ആയിരിക്കും ഇതൊക്കെ നോക്കുക. ഇപ്പം ഞാൻ റീസെൻ്റ്ലി കേരളം മുഴുവനായിട്ട് NBFC ബാങ്ക് നടത്തുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹത്തിന് 100-ലധികം ബ്രാഞ്ചുകളുണ്ട്. അപ്പോൾ ഈ 100-ലധികം ബ്രാഞ്ചുകളുള്ള അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ ഞാനൊക്കെ വിചാരിച്ചത് ഇദ്ദേഹം ഫുള്ളായിട്ട് ഓട്ടോമേറ്റഡ് ആയിരിക്കും, ഇവരുടെ ബിസിനസ്സൊക്കെ ഓട്ടോമേറ്റഡ് ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായി ഈ ഫേസ്ബുക്ക് വഴിയും ഇൻസ്റ്റാഗ്രാം വഴി, അതായത് മെറ്റാ ലീഡ്സ് അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സെൻസ് വഴി വരുന്ന ലീഡ്സ് ഇദ്ദേഹത്തിന് കിട്ടുന്നു, അല്ലെങ്കിൽ ഇവരുടെ കമ്പനിക്ക് കിട്ടുന്നു. ആ കമ്പനി ഈ ലീഡ്സ് മൊത്തമായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു CRM കൊടുത്ത് അവിടുത്തെ കോൾ സെൻറ്റർ സ്റ്റാഫിന് കൊടുക്കുന്നു, അവരത് കോൺടാക്ട് ചെയ്യുന്നു. ഈ രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനൊരു കുഴപ്പമുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാഫിനെ നിയോഗിച്ച് ഈ ലീഡ് വെച്ച് കൊടുക്കുന്ന സമയത്ത്, ലീഡ് കൊടുത്ത് അവരെ കൊണ്ട് വിളിപ്പിക്കുന്ന സമയത്ത് ഒരു കുഴപ്പമുണ്ട്. സ്പോട്ടിൽ നമുക്ക് അവർക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുമോ? ഇപ്പം നിങ്ങളൊരു ആഡ് കണ്ടു, അതിൽ ഇൻട്രസ്റ്റഡ് ആണ്, നിങ്ങളത് സബ്മിറ്റ് ചെയ്തു. ഇത് സബ്മിറ്റ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് മറുപടി ഒന്നും കിട്ടുന്നില്ല. ഒരു 5-6 ദിവസം കഴിഞ്ഞ്, അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ്, അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് ഒക്കെ ആയിരിക്കും ഈ ഒരു ലീഡ് ഈ കോൾ സെൻറ്റർ സ്റ്റാഫ് എടുത്തിട്ട് നിങ്ങളെ തിരിച്ച് വിളിക്കുകയും ഇതിൻ്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യുക. അപ്പോഴേക്കും നിങ്ങളിത് സബ്മിറ്റ് ചെയ്ത കാര്യം മറന്നു പോയിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു കാര്യത്തിനെ പറ്റിയിട്ടുള്ള ഓർമ്മയൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ അത് വലിയൊരു നെഗറ്റീവാണ് ഈ ബിസിനസ്സിൽ. അപ്പോൾ നെക്സസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം, നെക്സസിൽ ഒരു ലീഡ് വരുന്ന സമയത്ത് സ്പോട്ടിൽ തന്നെ അവർക്ക് വാട്സപ്പിൽ മെസ്സേജ് പോകുന്നുണ്ട്. ഇനി ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ആണ് സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ, അവർ കമൻസ് ഒക്കെ സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് അപ്പോൾ തന്നെ DM-ൽ അവർക്ക് വിവരങ്ങൾ പോകുന്നുണ്ട്, അല്ലെങ്കിൽ മെയിലുകളായിട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ കോളുകളായിട്ട് നമ്മൾ കോൾ സെൻറ്റർ അസിസ്റ്റ് ചെയ്തിട്ട് ആ വഴിയും പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മൾ മെറ്റയിലോ അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സെൻസിലോ ഒക്കെ നമ്മൾ പണം മുടക്കുന്നത് വെറുതെ ആയി പോവുക. കാരണം ഒരു ലീഡ് 10 രൂപ 20 രൂപയൊക്കെ കോസ്റ്റ് വരുന്നുണ്ട് പല ലീഡുകളും നമ്മൾ ചെയ്യുന്ന സമയത്ത്, ലീഡുകൾ എടുക്കുന്ന സമയത്ത്. അപ്പം 10 രൂപ അല്ലെങ്കിൽ 20 രൂപ കൊടുത്തെടുത്ത ഒരു ആളുടെ കോൺടാക്ട് നമ്പറും ആ ലീഡ് വാലിഡ് അല്ലാതെ പോവുകയാണ്, അല്ലെങ്കിൽ വെറുതെ പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഭൂരിഭാഗം സംരംഭങ്ങളിലുള്ളത്. ഇതിന് ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് നെക്സസ് നിങ്ങളുടെ മുന്നിലേക്ക് പുതിയൊരു പ്രോജക്റ്റുമായിട്ട് വരുന്നത്. ഇതിനാണ് നെക്സസ് ലീഡ് AI എന്ന് പറയുന്നത്. നമ്മൾ നിലവിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയുമായി ടൈപ്പ് ചെയ്തുകൊണ്ട് ഓൾ ഓവർ ഇന്ത്യയിൽ, അല്ലെങ്കിൽ വേൾഡിൽ എവിടെ വേണമെങ്കിലും ചെയ്യാം, കാരണം അതിനൊരു ലിമിറ്റേഷൻ ഇല്ല. ഓൾ ഓവർ ഇന്ത്യയിൽ ഈ ഒരു പ്രൊജക്റ്റ് നടപ്പിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കേരളത്തിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം നെക്സസിനെ വളർത്തിയതും അല്ലെങ്കിൽ നെക്സസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതൊക്കെ കേരളമാണ്. അപ്പോൾ കേരളത്തിലെ ബിസിനസ് സംരംഭങ്ങൾക്ക് ഈ ഒരു പ്രൊജക്റ്റ് നൽകിക്കൊണ്ട് അവരുടെ ബിസിനസ്സിനെ മൊത്തമായി ഓട്ടോമേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നെക്സസ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ട് ഈ ആഴ്ച മുതൽ ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ കുറേയൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. നെക്സസ് എന്താണ് ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഞാൻ പറയാം. ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എംപ്ലോയി ആണ്. ഇപ്പം നെക്സസിൻ്റെ തന്നെ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ കാണാം, ഹായ് ഐ ആം ക്ലാര എന്ന് പറഞ്ഞുകൊണ്ട് മറുപടി നൽകുന്ന ഒരു വെർച്വൽ സ്റ്റാഫ് നമ്മൾക്കുണ്ട്. ക്ലാര എന്നാണ് അതിൻ്റെ പേര്. അവർക്കൊരു സ്വന്തമായിട്ടൊരു നമ്പർ ഉണ്ട്. ആ സ്വന്തമായ നമ്പറിൽ അവരെന്ത് ചെയ്യുന്നു, നിങ്ങൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് മറുപടി തരുന്നു. അപ്പോൾ നിങ്ങൾ നെക്സസിൻ്റെ ഫിൻടെക് പ്രൊഡക്റ്റിനെ പറ്റിയോ അല്ലെങ്കിൽ AI പ്രൊഡക്ട്സിനെ പറ്റിയിട്ടോ ഒക്കെ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഈ ക്ലാര ഇതിന് കൃത്യമായിട്ട് മറുപടി പറയുന്നു. അപ്പോൾ ഈ ക്ലാരയാണ് നമ്മളെന്ത് പറയുക, AI എംപ്ലോയി എന്ന് പറയാം. അങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിലും നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു AI എംപ്ലോയിയെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന പാക്കേജാണ് നെക്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഈ ഒരു AI എംപ്ലോയി നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യും. അതും 24 hours, ഒരു വർഷത്തിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ട ബിസിനസ്സിന് വേണ്ട കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ, വാട്സപ്പിൽ വരുന്ന മെസ്സേജുകൾക്ക് മറുപടി കൊടുക്കും. ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ കമൻറ്റുകൾ ആരെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അത് റീഡ് ചെയ്തതിന് ശേഷം അവരുടെ DM-ൽ പോയിട്ട് അതിന് മറുപടി കൊടുക്കും. പിന്നെ ഈ കസ്റ്റമർ എന്ത് ചോദ്യങ്ങളാണോ ചോദിക്കുന്നത് അതിനനുസരിച്ച് ഈ ഒരു AI എംപ്ലോയി അവർക്ക് മറുപടി കൊടുത്തുകൊണ്ടേയിരിക്കും. ഇനി കൂടുതലായിട്ടുള്ള വിവരങ്ങളോ കാര്യങ്ങളോ അറിയണമെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്പറും കാര്യങ്ങളും കൊടുക്കും, അല്ലെങ്കിൽ നിങ്ങളെ അത് അറിയിക്കുകയും ചെയ്യും. പിന്നെ സെയിൽസ് എൻക്വയറികൾ ഫോളോ ചെയ്യുക, നിങ്ങളുടെ സ്ഥാപനത്തിന് വേണ്ടി റിവ്യൂ ഇടുന്ന ആളുകളുണ്ടാവും, ഈ റിവ്യൂവിന് മറുപടി കൊടുക്കുക. അതേപോലെ അയാളുടെ ലീഡ്സ് കളക്ട് ചെയ്ത് നമ്മുടെ കോൾ സെൻറ്റർ സ്റ്റാഫിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ആരാണോ സെയിൽസിൽ ഇരിക്കുന്ന സ്റ്റാഫ് അയാളുടെ ഡാഷ്ബോർഡിൽ എത്തിക്കുക, അല്ലെങ്കിൽ അയാളുടെ മൊബൈലിൽ എത്തിക്കുക.
കംപ്ലീറ്റ് ആയിട്ട് ഒരു റിപ്പോർട്ട് ഒരുക്കുക. അതായത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ, ഇൻട്രസ്റ്റഡ് അല്ലാത്ത ആളുകൾ, ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കുക. അതേപോലെ തന്നെ ഒരാൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലാര എന്ന AI ഏജന്റിന്റെ നമ്പറിലേക്ക് കോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന് മറുപടി പറയുക. നമ്മുടെ ബിസിനസ്സിനെ പറ്റി ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ കോളിങ്ങിലായിട്ട് തന്നെ മറുപടി പറയും. അതേപോലെ തന്നെ ആളുകൾക്ക് ഇമെയിലുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്ത് അയക്കുക. വാട്സപ്പിൽ ബൾക്കായിട്ട് മെസ്സേജുകൾ അയച്ചു കൊടുക്കുക. ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഈ ഒരു AI ഏജന്റ് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ സ്ഥാപനത്തിന് വേണ്ടി 24 മണിക്കൂറും ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു കസ്റ്റമർ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ ഒരു ലീഡ് നിങ്ങൾക്കായിട്ട് സബ്മിറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ആ ലീഡിന് സ്പോട്ടിൽ അവർക്ക് എന്ത് ചെയ്യാം, വാട്സപ്പ് വഴി മെസ്സേജ് കൊടുക്കും. ഇപ്പോൾ സുധീഷ് എന്ന ആളാണ് സബ്മിറ്റ് ചെയ്തത്, അല്ലെങ്കിൽ അഹമ്മദ് എന്ന ആളാണ് സബ്മിറ്റ് ചെയ്തതെങ്കിൽ, ഹായ് അഹമ്മദ്, ദിസ് ഈസ് നിങ്ങളുടെ ചാറ്റ് ബോട്ടിൻ്റെ പേരെന്താണ്, അത് ക്ലാരയാണെങ്കിൽ ക്ലാര, ഇനി വേറെ എന്തെങ്കിലും പേരാണെങ്കിൽ അത്, നിങ്ങൾക്ക് എന്ത് വിവരങ്ങളാണ് അറിയേണ്ടത്, അത് ഇംഗ്ലീഷിൽ അറിയണോ, മലയാളത്തിൽ അറിയണോ, തെലുങ്കിൽ അറിയണോ, കന്നഡയിൽ അറിയണോ, ഏത് ഭാഷയിലും ചാറ്റ് ബോട്ട് വർക്ക് ചെയ്യും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി ഫ്രഞ്ചിൽ ഒരാൾ സംസാരിച്ചാൽ പോലും ഫ്രഞ്ചിൽ റിപ്ലൈ കൊടുക്കാൻ പറ്റും. അതായത് നിങ്ങളുടെ പ്രോഡക്റ്റ് ഗ്ലോബൽ ആണെങ്കിൽ പോലും ഈ ഒരു ഓട്ടോമേഷൻ വെച്ച് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാനേജ് ചെയ്യാം. നിങ്ങൾക്ക് ഫ്രഞ്ച് അറിഞ്ഞോളന്നില്ല, അല്ലെങ്കിൽ ജർമ്മൻ അറിഞ്ഞോളന്നില്ല, പക്ഷേ ജർമ്മനിയിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്ത് ചെയ്യാം, വിൽക്കാം. ഇനി നിങ്ങൾക്ക് കന്നഡ അറിയണമെന്നില്ല, അതുപോലെ തന്നെ തെലുഗു അറിയണമെന്നില്ല, നിങ്ങൾക്ക് തെലുഗു നാട്ടിലോ അല്ലെങ്കിൽ കർണാടകയിലോ നിങ്ങളുടെ പ്രൊഡക്റ്റ് വിൽക്കാം, ഈസി ആയിട്ട് വിൽക്കാം. കാരണം ഈ ചാറ്റ് ബോട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ സംവിധാനങ്ങളും ഓൺലൈനായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഭാഷ അറിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഈ വെക്കുന്ന AI എംപ്ലോയിക്ക് എല്ലാ ഭാഷകളും, ലോകത്തിലെ എല്ലാ ഭാഷകളും അറിയാം. അതുകൊണ്ട് തന്നെ അവർ കൃത്യമായിട്ട് ഇതിന് റിപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി അതേപോലെ തന്നെ നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യണോ, അതും ഈ AI എംപ്ലോയി ചെയ്യും. നിങ്ങൾ ഓഫീസിലുള്ള ദിവസം നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനമുണ്ട്. ഇപ്പോൾ ഒരാൾ ചാറ്റ് ചെയ്യാണ്, വാട്സപ്പിൽ ചാറ്റ് ചെയ്യാണ്, എനിക്ക് നേരിട്ടൊന്ന് അതിൻ്റെ MD കാണണം, അല്ലെങ്കിൽ ഡയറക്ടറെ കാണണം, അല്ലെങ്കിൽ ഇന്ന അക്കൗണ്ടൻറ്റിനെ കാണണം എന്ന് പറഞ്ഞാൽ ആ അപ്പോയിൻമെൻറ്റ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഈ ഒരു എംപ്ലോയി ഏറ്റെടുക്കുന്നു. ഇതെല്ലാം കൂടി കേൾക്കുമ്പോൾ സയൻസ് ഫിക്ഷൻ സിനിമ കാണുന്ന ഒരു എഫക്റ്റ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് AI വളർന്നു വരുന്നത് നിങ്ങൾ അറിയാത്തത് കൊണ്ടാണ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. കാരണം AI എന്ന സംവിധാനം വളരെ വ്യാപകമായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല മേഖലകളിലും ഇതിൻ്റെ ഇമ്പാക്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പലരും ഉപയോഗിക്കുന്നുണ്ട്, ChatGPT പോലുള്ള AI പ്ലാറ്റ്ഫോമുകൾ പലരും ഉപയോഗിക്കുന്നുണ്ട്, പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട്. അത് ശരിയായി ഉപയോഗിക്കാൻ അറിയാത്ത ആളുകളുണ്ടാവും. പിന്നെ നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് വീഡിയോകൾ കാണാറുണ്ട് അല്ലേ? ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾ ഒരുപാട് പോസ്റ്റുകൾ ഇപ്പോൾ കാണാറുണ്ട്. അതിൽ ഒരുപാട് ലക്ഷക്കണക്കിന് കമൻറ്റുകളും വരാറുണ്ട്. കാരണം AI ജനറേറ്റ് ചെയ്ത ഇമേജ് വെച്ചിട്ട് എൻ്റെ കുട്ടി SSLC എക്സാമിനേഷൻ നല്ല മാർക്കോടെ പാസ്സായി, അവർക്ക് ഒരു ലൈക്ക് തരില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ പോസ്റ്റ് ഉണ്ടാവും. ഇതൊന്നും ഒറിജിനൽ അല്ല, എല്ലാം AI ക്രിയേറ്റഡാണ്. ഇപ്പോഴത്തെ കാലത്ത് AI ക്രിയേറ്റഡ് എന്താണെന്നോ അല്ലെങ്കിൽ ജനറലായിട്ട് നോർമൽ ഫോട്ടോ ഏതാണെന്നോ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അത്രയ്ക്കും ഒറിജിനാലിറ്റിയിലാണ് ഇപ്പോൾ AI വർക്ക് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ന്യൂസ് ചാനലിൻ്റെ ക്ലിപ്പുകളൊക്കെ കുറേ കാണുന്നുണ്ടാവും അല്ലേ? ഒക്കെ ഗൂഗിളിൻ്റെ VO3 ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ സമാനമായിട്ടുള്ള മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ക്ലിപ്പുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് സാധാരണക്കാരായ ആളുകൾക്ക് ഇതെന്താണെന്ന് മനസ്സിലാവില്ല. ടെക്നിക്കലി ഐഡിയ ഉള്ള ആളുകൾ ഇത് പെട്ടെന്ന് തിരിച്ചറിയുകയും ഇത് AI ആണെന്ന് കമൻ്റ് ഇടുകയും ചെയ്യാറുണ്ട്. അപ്പോൾ AI വളർച്ച അത്രയ്ക്കും വലുതാണ്. അപ്പം ഞാൻ ആലോചിച്ചത് ഈ വളർച്ച നമ്മളുടെ ബിസിനസ്സിന് എങ്ങനെ ഉപകാരപ്പെടുത്താം എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ റീസെൻ്റ് ആയിട്ട് തന്നെ നെക്സസിൻ്റെ കുറേ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടുണ്ടാവും അല്ലേ? കുറേ ലേഡികൾ വരുന്നു, അവർ സംസാരിക്കുന്നു, നെക്സസിൻ്റെ ഇന്ന പ്രോഡക്റ്റ് എടുക്കൂ, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് എടുക്കൂ, ഈ പ്രോഡക്റ്റ് എടുക്കൂ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. എല്ലാം ചെയ്തത് ഞാൻ തന്നെയാണ്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോകൾ, ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ മോഡൽ പറയും, AI മോഡൽ, എൻ്റെ AI എംപ്ലോയി അത് പറയും. അത് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യും, വിശദീകരിച്ചു തരും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, വളരെ എളുപ്പമാണ്. നമുക്കൊരു സ്റ്റാഫിന് ഇതിനായിട്ട് നിയോഗിക്കേണ്ട കാര്യമില്ല, ഒരു മോഡലിനെ ഷൂട്ടിങ്ങിന് കൊണ്ടുപോകേണ്ട കാര്യമില്ല. അതേപോലെ ഒരു വീഡിയോ ഒരു മോഡലിനെ വെച്ച് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലക്ഷക്കണക്കിന് രൂപ ചിലവുണ്ടാവും. അത് വളരെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ഇരുന്നുകൊണ്ട് ചെയ്തു തീർക്കാവുന്ന ഒരു പണി, ഒരു 10-15 മിനിറ്റ് പണി കൊണ്ട് ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് നമുക്ക് ഇറക്കാൻ പറ്റുമെങ്കിൽ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ നിങ്ങളാ കണ്ടിരിക്കുന്ന വീഡിയോകളൊക്കെ AI ജനറേറ്ററാണ്. പലരും വിളിച്ച് ചോദിക്കാറുണ്ട് കേട്ടോ. കാരണം ചില ആളുകൾ വിളിച്ച് ചോദിക്കാറുണ്ട്, നിങ്ങളിങ്ങനെ AI-ലാണല്ലോ വീഡിയോ ചെയ്തിരിക്കുന്നത്. അതെ, നമ്മൾ കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ മാറണം, നമ്മുടെ ബിസിനസ്സിലെ മാറ്റങ്ങൾ കൊണ്ടുവരണം. അല്ലെങ്കിൽ നമ്മളുടെ ബിസിനസ്സിലേക്ക് കസ്റ്റമേഴ്സ് വരില്ല.
അല്ലെ? ഒരു കസ്റ്റമർ ബിസിനസിന്റെ ബോർഡ് നോക്കിയിട്ട് വരുന്ന കാലഘട്ടമൊക്കെ കഴിഞ്ഞു. ഇപ്പൊ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും അല്ലെങ്കിൽ അതുപോലെ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷനൊക്കെ നോക്കിയിട്ട് ആളുകൾ വരുന്ന കാലമാണ്. അപ്പൊ ആ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറിയിട്ടില്ലെങ്കിൽ നമ്മുടെ ബിസിനസ് പിന്നോട്ടും പോകും, ബാക്കിയുള്ള ബിസിനസ് നമ്മുടെ മുന്നിൽ ഓടി പോവുകയും ചെയ്യും. കാരണം അത്രയും കോമ്പറ്റീഷൻ ഉള്ള ഒരു കാലഘട്ടമാണ്. അവിടെയാണ് ഈ AI എംപ്ലോയിയുടെ അല്ലെങ്കിൽ ബിസിനസ് ഓട്ടോമേഷന്റെ ഏറ്റവും വലിയ പ്രസക്തി എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ചെലവ് ആണ് നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യം, അല്ലേ? കാരണം നമ്മൾ തട്ടിമുട്ടിയൊക്കെ ബിസിനസ് നടത്തി കൊണ്ടുപോകുന്ന ആളാണ്. അപ്പോൾ നമുക്കിതിന് വലിയ ചെലവുണ്ടോ എന്നുള്ളത്. ഇതിന് വരുന്ന ചെലവ് എന്ന് പറഞ്ഞാൽ ശരിക്കും നിങ്ങൾ ഒരു സ്റ്റാഫിന് കൊടുക്കുന്ന ശമ്പളത്തിന് അത്ര പോലും വരുന്നില്ല. നിങ്ങളൊരു സ്റ്റാഫിന് പകരമായിട്ട് ഈ AI എംപ്ലോയിയെ അവിടെ വെക്കുക. മാസം ഒരു പേയ്മെന്റ് ഉണ്ടാവും, ആ മാസം പേയ്മെന്റ് AI എംപ്ലോയിക്ക് കൊടുക്കുക. മാസം പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ AI എംപ്ലോയി വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള പൈസയല്ല, ഇതിന്റെ AI ഇന്റഗ്രേഷനും അതുപോലെ തന്നെ അതിന്റെ കമ്പനിക്ക് അതിനുള്ള എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഏറ്റവും കോസ്റ്റ്ലി ആണ് AI. ഇപ്പൊ നിങ്ങൾക്ക് തന്നെയാണ് ഗൂഗിൾ VO3 ഭയങ്കര കോസ്റ്റ്ലിയാണ് ഒരു വീഡിയോ ജനറേഷൻ. ആ കോസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കമ്പനിക്ക് മാസം ഒരു എമൗണ്ട് കൊടുക്കേണ്ടതുണ്ട്. അത് നമ്മളിവിടെ ഒരു സ്റ്റാഫിന് കൊടുക്കുന്ന സാലറിയുടെ അത്ര പോലും വരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. നമ്മൾ ആ സ്റ്റാഫിനെ വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റാഫ് രാവിലെ 10 മണിയാകുമ്പം വരും, അല്ലെങ്കിൽ 9:30 ആകുമ്പം വരും, 5 മണിയാകുമ്പോൾ കൃത്യമായിട്ട് ഇറങ്ങിപ്പോകും, അല്ലേ? ചില ദിവസം ഹാഫ് ഡേ ലീവായിരിക്കും, ചില ദിവസം ഫുൾ ഡേ ലീവായിരിക്കും, ചില ദിവസം അവർക്ക് കല്യാണം ഉണ്ടാവും, അല്ലെങ്കിൽ മരണം ഉണ്ടാവും, അസുഖങ്ങൾ ഉണ്ടാവാം, കുട്ടികൾക്ക് അസുഖം ഉണ്ടാവാം. ഇങ്ങനെയുള്ള ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആ സമയത്ത് നമ്മുടെ ബിസിനസ് അവിടെ നിന്ന് പോവുക. എനിക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരുപാട്. കാരണം നമ്മൾ ലീഡ്സൊക്കെ ഒരുപാട് വരുന്ന സമയത്ത് ഇത് കോൾ ചെയ്ത് തീർക്കാൻ അവസരം അല്ലെ ആളുകളില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കാരണം 1-2 ആളുകൾ ചിലപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ള ആരെങ്കിലും ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കും. ഇങ്ങനെയുള്ളൊരു സമയത്ത് നമ്മൾ പകച്ചു പോയി നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ AI എംപ്ലോയിക്ക്, ഏജന്റിന് ഒരിക്കലും അസുഖം വരില്ല. ഞങ്ങളുടെ ക്ലാരയ്ക്ക് ഒരിക്കലും അസുഖം വരാറില്ല. ക്ലാരൊക്കെ ഫുൾ ടൈം ആയിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ AI ഏജന്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരിക്കലും ലീവ് എടുക്കില്ല. അത് ലീവ് എടുക്കണേ നിങ്ങൾ പറയണം, നിങ്ങൾ പോയിട്ട് ആ ഡാഷ്ബോർഡിൽ സ്വിച്ച് ഓഫ് ചെയ്യണം, എന്നാൽ മാത്രമേ ക്ലാര ലീവ് എടുക്കുള്ളൂ. അതേപോലെ നിങ്ങളുടെ സെയിൽസ് ഏജന്റ് ലീവ് എടുക്കുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിനെ ഈ ഏറ്റവും ഉന്നതമായിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുപോകാൻ ഒരു AI ഏജന്റിന് കഴിയും. ഇവന് വേറൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്തു. ഈ സ്റ്റാഫ് ഒരു സമയം എത്ര ആളായിട്ട് സംസാരിക്കും? ഒരാളായിട്ട് സംസാരിക്കാൻ പറ്റും, ചാറ്റിംഗ് ആണെങ്കിലും എല്ലാം. ലക്ഷക്കണക്കിന് ആളുകളോട് നിങ്ങളുടെ AI ഏജന്റിന് ഒരേ സമയത്ത് സംസാരിക്കാൻ കഴിയും. അത് കോൾ മുഖേന ആയിക്കോട്ടെ, വാട്സപ്പ് ചാറ്റ് മുഖേന ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ചാറ്റ് മുഖേന ആയിക്കോട്ടെ, ഏത് വിധേന ആയിക്കഴിഞ്ഞാലും സംസാരിക്കാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങളുടെ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് താഴെ ചെറിയൊരു ബട്ടൺ കൊടുക്കാം. അതിന് നിങ്ങളുടെ ഏജന്റിന്റെ പേര്, എന്ത് പേര് വേണമെങ്കിലും കൊടുത്തോളൂ. ആ പേരും കൊടുത്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ SBIയുടെ സൈറ്റിലും പല സൈറ്റുകളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മേ അസിസ്റ്റ് യു എൻ്റെ പേര് എന്നതെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അതൊക്കെ ചാറ്റ് ബോട്ട്സ് ആണ്. അതേപോലെ നിങ്ങളുടെ വെബ്സൈറ്റിലും ഇതുപോലെ ഒരു ചാറ്റ് ബോട്ടിനെ നിങ്ങൾക്ക് കൊണ്ടിടാം. അപ്പോൾ ഈ സൈറ്റിൽ വരുന്ന ആളുകൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങളെ വിളിക്കണമെന്നില്ല. ഈ ചാറ്റ് ബോട്ട് പോയിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മറുപടി പറയും. ഇവരിത് ചോദിക്കുന്ന സമയത്ത് തന്നെ ഈ AI ഏജന്റ് അവരുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും അതുപോലെ തന്നെ ഇനി സിറ്റി ഏതാണെന്നുള്ളതും സംസ്ഥാനം ഏതാണെന്നുള്ളതും എന്ത് വേണമെങ്കിലും നമുക്ക് ഡിസൈഡ് ചെയ്യാം. അത് കളക്ട് ചെയ്തിട്ട് നിങ്ങളുടെ CRMലേക്ക് വിടും. ഈ CRMൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. നിങ്ങളുടെ ബാക്ക് എൻഡ് സ്റ്റാഫിന് ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യാം. അതായത് മൊത്തത്തിൽ ഇത് ഫിൽട്ടർ ചെയ്ത് തരും. അതായത് നമുക്ക് ഇപ്പം ഫേസ്ബുക്കിൽ വരുന്ന ലീഡോ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ വരുന്ന ലീഡോ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് വരുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ ഇയാൾ ഈ വ്യക്തി, ഈ സബ്മിറ്റ് ചെയ്ത വ്യക്തി ഈ ചാറ്റ് ബോട്ടിനോട് സംസാരിക്കുന്ന സമയത്ത് അയാൾ കൃത്യമായിട്ട് പറയും എനിക്ക് ഇന്നതാണ് ആവശ്യം. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ട് അതാത് സ്റ്റാഫുകൾക്ക് കൊടുത്തിട്ട് അവരെ കൊണ്ട് ഫോളോ അപ്പ് ചെയ്യിക്കാനും പറ്റും. ഇനി ഫോളോ അപ്പും വേണമെങ്കിൽ AI ചെയ്യും, അതിനും പ്രശ്നമില്ല. ഫോളോ അപ്പും AI ചെയ്തിട്ട് അവരുടെ അടുത്ത് നിന്ന് പേയ്മെൻറ്റ് അടപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ലിങ്ക് ഉണ്ട്, പേയ്മെൻറ്റ് ലിങ്ക് വരെ അയച്ചു കൊടുത്ത് ഇത് ചെയ്യിക്കും എന്നുള്ളതാണ് പ്രത്യേകത. അതുപോലെ റിവ്യൂസ് എഴുതുന്ന ആളുകളുണ്ട്. ഇപ്പം നിങ്ങൾ നടത്തുന്ന റെസ്റ്റോറൻറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ, റിവ്യൂസ് ഇഷ്ടം പോലെ വരും. നെഗറ്റീവ് റിവ്യൂസ് ഉണ്ടാവും, പോസിറ്റീവ് റിവ്യൂസ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചതിൽ പല ആളുകളും ഈ റിവ്യൂ അറ്റൻഡ് ചെയ്യുന്നില്ല. ഇപ്പം ഞാനൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, ഞാനത് എന്ത് ചെയ്യാണ്, റിവ്യൂ ആയിട്ട് ഇടുകയാണ്. അപ്പോൾ റിവ്യൂ ആയിട്ട് ഇടുന്ന സമയത്ത് അതിന് റിപ്ലൈ പലരും കൊടുക്കുന്നില്ല. ഏകദേശം ഒരു 90% ആളുകളും റിപ്ലൈ കൊടുക്കുന്നില്ല, അത് അഡ്രസ്സ് ചെയ്യുന്നത് പോലുമില്ല. അപ്പം ഞാൻ വേറൊരാൾ നാളെ അത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആ റെസ്റ്റോറൻറ്റ് പോകുന്ന സമയത്ത്, ഇപ്പോഴത്തെ ജനറേഷൻ എങ്ങനെയാണല്ലോ, റിവ്യൂ നോക്കിയിട്ടാണ് പോവുക. അപ്പോൾ റിവ്യൂ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാ നെഗറ്റീവ് പോയിന്റ്സും കാണാം.
അല്ലേ? അല്ലെങ്കിൽ പോസിറ്റീവ് ഉണ്ടെങ്കിൽ പോസിറ്റീവ്സും കാണാം. ഇതിനൊന്നും നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നും കാണാം. ഇപ്പോൾ ഒരാൾ നെഗറ്റീവ് ഇട്ടുണ്ടെങ്കിൽ സോറി സാർ, അത് ഞങ്ങളുടെ ഇന്ന പ്രശ്നമായിരുന്നു, അത് ഞങ്ങൾ ഇനി അഡ്രസ്സ് ചെയ്യാം, ഇനി അത് ആവർത്തിക്കില്ല എന്ന് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് പോസിറ്റീവാണ്, അല്ലേ? അങ്ങനെ റിവ്യൂ അറ്റൻഡ് ചെയ്യാത്ത കേസുകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഈ റിവ്യൂവിന് മറുപടി കൊടുക്കുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും? ഈ ഒരു എംപ്ലോയി ചെയ്യും. അപ്പോൾ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അതായത് നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് പോലും നിങ്ങളുടെ സ്റ്റാഫ്, അതായത് AI സ്റ്റാഫ് നിങ്ങളുടെ സ്ഥാപനത്തിന് വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അത് രാത്രി 2 മണി ആയാലും 1 മണി ആയാലും 3 മണി ആയാലും ഒക്കെ ആര് മെസ്സേജ് ഇട്ടാലും ആര് കോൾ ചെയ്താലും അതിനുള്ള മറുപടി ഈ ഒരു AI ഏജന്റ് കൊടുക്കും. അപ്പോൾ ഇതിനെയാണ് ബിസിനസ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. ഈ ബിസിനസ്സിനെ ഓട്ടോമേറ്റഡ് ആക്കി എടുത്തുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സ്റ്റാഫിൻ്റെ എണ്ണം കുറച്ച് വളരെ കൃത്യമായ ലീഡുകൾ മാത്രം സോർട്ട് ചെയ്ത് എടുത്തുകൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിനെ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു മോഡലാണ് ഈ ഒരു നെക്സസ് ലീഡ് AI എന്ന് പറയുന്ന ഞങ്ങളുടെ പുതിയ സംരംഭമായിട്ടുള്ള ബിസിനസ് ഓട്ടോമേഷൻ എന്ന് പറയുന്ന കാര്യം. ഇനി ഇത് ആർക്കൊക്കെ ആവശ്യമാണ്? അതും ചോദ്യം ഉണ്ടാവുമല്ലോ. ഒരുവിധം ബിസിനസ് നടത്തുന്ന എല്ലാവർക്കും ഇത് ആവശ്യമാണ്, അല്ലേ? ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഡ്രസ് മെറ്റീരിയലുകൾ വാട്സപ്പിലൂടെ വിൽക്കുന്ന ആളുകളുണ്ട്, ഇൻസ്റ്റാഗ്രാമിലൂടെ വിൽക്കുന്ന ആളുകളുണ്ട്. അവർക്കൊരു ഓർഡർ വരുന്ന സമയത്ത്, സപ്പോസ് ഒരാൾ ചോദിക്കുകയാണ്, ഇന്ന മോഡൽ ഞാൻ കണ്ടു, അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്ന് പറഞ്ഞാൽ, അന്ന് ഇവർ പനി പിടിച്ച് കിടക്കുകയാണ്, അല്ലെങ്കിൽ അന്ന് ആ സമയത്ത് കിടന്നുറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ആ ബിസിനസ് അങ്ങനെ അങ്ങ് പോകും, അയാൾക്ക് അതിനുള്ള ഇൻട്രസ്റ്റും പോകും. കാരണം നമ്മുടെ ഈ പുതിയ തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണുന്ന സമയത്ത് അപ്പോഴുള്ളൊരു കൗതുകമായിരിക്കും. അപ്പോൾ അതിന് മറുപടി കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ പേയ്മെൻറ്റ് അടയ്ക്കാൻ സാധ്യതയുണ്ട്, അല്ലേ? ഞാനൊക്കെ അങ്ങനെ തന്നെ കേട്ടോ, പുതിയ തലമുറ ആയതുകൊണ്ടല്ല, നമ്മളൊക്കെ അങ്ങനെ തന്നെ. നമ്മുടെ ഒരു മാനസിക രീതി ഇപ്പം അങ്ങനെയാണ്. അതായത് പെട്ടെന്ന് കാണും, പെട്ടെന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടു, അപ്പം തന്നെ നമ്മൾ പേയ്മെൻറ്റ് അടയ്ക്കും. പക്ഷേ നാളെ ചോദിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക, ഇനിയിപ്പോൾ അതിന് ഇത്രയും മുടക്കണ്ടേ, അതിനേക്കാളും നല്ലത് വേറെ കിട്ടും തോന്നും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ബിസിനസ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലെ DM വന്നിട്ടായാലും ഫേസ്ബുക്കിലെ DM വന്നിട്ടായാലും ഒരാളിങ്ങനെ ചോദിക്കുകയാണ്, ഇന്ന പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടോ, ചുരിദാർ ഇന്നതുണ്ടോ? അപ്പോൾ ആ ചുരിദാറിൻ്റെ മോഡലുകൾ നിങ്ങളുടെ AI എംപ്ലോയി ഡിസ്പ്ലേ ചെയ്യുന്നു. എങ്ങനെ ഉണ്ടാവും? ഇന്ന മോഡലുകൾ ചുരിദാറുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ എടുത്തോളൂ. അത് ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും ഒക്കെ പറയും. അപ്പോൾ ആ മോഡൽ ഇയാൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? ഇതിനുള്ള മറുപടി കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് അത്ഭുതമായിട്ടുണ്ടാവും, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ AI എംപ്ലോയിക്ക് എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ അറിയാം. അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. അതൊക്കെ നമ്മുടെ ബിസിനസ് എന്താണ് എന്നുള്ളത് നമ്മൾ ഈ എംപ്ലോയിയെ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മൾ ഒരാളെ ട്രെയിനിങ്ങിന് എടുക്കുന്ന സമയത്ത്, മീൻസ് നമ്മൾ ഒരാളെ സ്റ്റാഫായിട്ട് എടുക്കുന്ന സമയത്ത് അയാളെ ഇരുത്തി നമ്മൾ കാര്യം പറഞ്ഞു കൊടുക്കുന്നില്ലേ? അതേപോലെ റിട്ടേൺ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു എംപ്ലോയിക്ക് ഫീഡ് ചെയ്ത് കൊടുക്കണം. ഈ ഫീഡ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ അപ്പുറത്തോ ഉള്ള കാര്യങ്ങൾ എന്ത് ചെയ്യില്ല, അതിന് അറിയില്ല. നിങ്ങളുടെ ബിസിനസ്സിൽ ഇന്ന സാധനങ്ങളുണ്ട്, അന്ന സാധനങ്ങളുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് കൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യുന്നു, കസ്റ്റമർക്ക് പകർന്നു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളിത് പഠിപ്പിക്കുന്നതനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ഒരിക്കലും ആലോചിക്കേണ്ട. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നെക്സസിനെ ഓട്ടോമേഷൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ എടുത്തിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് ചാറ്റ് ബോട്ടിനെ പഠിപ്പിച്ചിട്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ മന്ത്ലി പേയ്മെൻറ്റ് അടയ്ക്കുന്നു. അതിനുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങളെടുത്തുനിന്ന് വാങ്ങിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓട്ടോമേഷൻ ചെയ്ത് നിങ്ങൾക്ക് തരുന്നു. പിന്നെ അതങ്ങ് വർക്ക് ചെയ്തോളൂ. പിന്നെ നിങ്ങൾ മന്ത്ലി പേയ്മെൻറ്റ് മാത്രം അടച്ചാൽ മതി. അതായത് ആ എംപ്ലോയീൻ്റെ പൈസ അത് മാസത്തിൽ നിങ്ങൾ അടച്ചാൽ മതി. അപ്പോൾ ആ രീതിയിൽ ചെയ്യുക. ഇനി സ്വന്തമായിട്ട് ഇതിന് കഴിവുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അങ്ങനെയുള്ള ആളുകളുണ്ട്. അല്ലാതെ ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള ആളുകളുണ്ട്. അവർക്ക് നമ്മൾ പോർട്ടൽ തരുന്നു, നിങ്ങൾ തന്നെ ചെയ്യാം. അതിന് മന്ത്ലി എമൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നത് അടച്ചാൽ മതി. നിങ്ങൾക്ക് തന്നെ ഡിസൈൻ ചെയ്യാം, നിങ്ങൾക്ക് തന്നെ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള നെക്സസിൻ്റെ ഓട്ടോമേഷൻ എന്നുള്ള കാര്യം. നമ്മളിതിൽ 3 പാക്കേജായിട്ട് തരുന്നുണ്ട്. 3 പാക്കേജിൽ നിന്ന് ആദ്യത്തെ പാക്കേജ് സ്റ്റാർട്ടർ പാക്കേജാണ്. അത് ചെറുകിട സംരംഭകർ ഉദ്ദേശിച്ചുള്ളതാണ്. അവർക്ക് വാട്സപ്പിൽ മാത്രമായിരിക്കും ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അവർക്ക് CRMO കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അപ്പോൾ വാട്സപ്പിൻ്റെ ഓട്ടോമേഷനാണ് നമ്മൾ സ്റ്റാർട്ടറിൽ ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി വലിപ്പമുള്ള ബിസിനസ് ചെയ്യുന്ന ആളുകൾ, ഇപ്പോൾ തുണിക്കടകൾ, അങ്ങനെയുള്ള വലിയ സ്ഥാപനങ്ങൾക്ക് എന്തായാലും രണ്ടാമത്തെ മോഡലാണ് വേണ്ടി വരിക. പിന്നെ നമുക്കൊരു മൂന്നാമത്തെ പ്രീമിയം സെഗ്മെൻറ്റ് വരുന്നുണ്ട്, മൂന്നാമത്തെ ഒരു മോഡൽ വരുന്നുണ്ട്. അതായത് ഫ്രാഞ്ചൈസി മോഡൽ. ഈ ഫ്രാഞ്ചൈസി മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംവിധാനം നിങ്ങൾക്ക് റീറ്റെയിലേഴ്സിന് കൊടുക്കാനുള്ള ഒരു ലോഗിൻ നമ്മൾ തരും. ഈ ലോഗിൻ വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള റീറ്റെയിലേഴ്സിന് ഇതിനെ ആഡ് ചെയ്യാം.
നെക്സസിന് അടയ്ക്കേണ്ട എമൗണ്ട് നിങ്ങൾ നെക്സസിന് അടയ്ക്കാം. നിങ്ങൾക്ക് അതിന് കൂടുതലായിട്ടുള്ള എമൗണ്ട് നിങ്ങൾക്ക് അവരുടെ കസ്റ്റമർ അടുത്ത് നിന്ന് വാങ്ങാം. അതോടൊപ്പം തന്നെ ഈ കസ്റ്റമർക്ക് ചിലപ്പോൾ ഫേസ്ബുക്ക് പേജ് ഉണ്ടാവില്ല, ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടാവില്ല, ലീഡ്സ് ജനറേറ്റ് ചെയ്യാൻ അറിയുന്നുണ്ടാവില്ല. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാം. ഇത് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ടെക്നിക്കലായിട്ട് ഐഡിയ ഉള്ള ആളുകളാണ്. അവരാണ് ഈ ഒരു ഫ്രാഞ്ചൈസി മോഡലിലേക്ക് വരുന്നത്. ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയി ഡിജിറ്റൽ മാർക്കറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ടെക്നിക്കലായിട്ട് ഐഡിയ ഉള്ള ആളുകൾക്ക്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക്, ഇവർക്കൊക്കെ ഇത് ചെയ്തു കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് തന്നെ ഇതിനുള്ള ലൈസൻസ് തരുന്ന, അതായത് നെക്സസിൻ്റെ ഒരു റീസെല്ലറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഫ്രാഞ്ചൈസി മോഡൽ കൂടി ഞങ്ങൾ ഇതിൻ്റെ കൂടെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയുണ്ട് ചെറുകിട ബിസിനസ്സുകാർക്കുള്ള വാട്സപ്പ് പാക്കേജ് ഉണ്ട്. രണ്ടാമത് CRM-ഉം അതുപോലെ തന്നെ AI ചാറ്റ് ബോട്ടും AI എംപ്ലോയി ഉൾപ്പെടുന്ന രണ്ടാമത്തെ പാക്കേജ് ഉണ്ട്. പിന്നെ ഈ ഒരു സേവനം നിങ്ങളുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ പ്രദേശത്തുള്ള ആർക്ക് വേണമെങ്കിലും, അവർ ഏത് ബിസിനസ്സിന് വേണമെങ്കിലും ലോഗിൻ കൊടുക്കാൻ പറ്റിയ മൂന്നാമത്തെ ഫ്രാഞ്ചൈസി മോഡലുണ്ട്. അപ്പോൾ ഫ്രാഞ്ചൈസി മോഡലിന് ഒരു സ്കീമുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ബേസിക്കിനൊരു സ്കീമുണ്ട്, അതിന് മിഡിൽ വേരിയൻറ്റിന് വേറെ സ്കീമുണ്ട്. അപ്പോൾ ആ രീതിയിൽ മന്ത്ലി പേയ്മെൻ്റ് ആണ് ഇതിന് കാര്യങ്ങൾക്കൊക്കെ വരുന്നത്. അപ്പോൾ ഈ കേട്ടിടത്തോളം നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നിങ്ങളുടെ ബിസിനസ്സിനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ് നെക്സസ് കൊണ്ടുവന്നത്. അതായത് നിങ്ങൾ ബിസിനസ് എത്ര കാലം നടത്തുന്നു അത്രയും കാലം അത് ആവശ്യമാണ്. അത് ഹോസ്പിറ്റലായിക്കോട്ടെ, അല്ലെങ്കിൽ ബേക്കറി ആയിക്കോട്ടെ, ഹോൾസെയിൽ സ്ഥാപനങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിക്കോട്ടെ, റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ, ഫ്രീലാൻസേഴ്സ് ആയിക്കോട്ടെ, ഇനി ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, ഇവർക്കൊക്കെ ഇത് ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു ബിസിനസ് ഓട്ടോമേഷൻ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞങ്ങൾ കുറേ ട്രെയിനിങ്ങുകൾ കേരളം മുഴുവനായിട്ട് സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പല പരിശീലന പരിപാടികളും സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് കോഴിക്കോട് വെച്ചിട്ടാണ്. ഈ വരുന്ന 12-ാം തീയതിയാണ് നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാം വരുന്നത്. ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ 15 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കുറേ ആളുകളെ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയൊരു മോഡലല്ല ഈ ഒരു ട്രെയിനിങ് മോഡൽ. കാരണം നിങ്ങൾ ലാപ്ടോപ്പ് കൊണ്ടുവരണം. ലാപ്ടോപ്പ് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ട്രെയിനിങ് ആണ് ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ ചെയ്തു തരുന്നത്. അത് 15 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. ഒരു ദിവസത്തെ പരിപാടിയാണ്. ഈ പരിപാടി കഴിയുമ്പോഴേക്കും AI എന്താണെന്നുള്ളത്, ഈ ഓട്ടോമേഷൻ മാത്രമല്ല AI വഴി എന്തൊക്കെ ചെയ്യാമെന്നുള്ള കാര്യങ്ങളും കൂടി അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും മിസ്സാക്കാതെ നിങ്ങൾ ഓരോ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഫ്രാഞ്ചൈസി ആരംഭിക്കാൻ താല്പര്യമുള്ള ആളുകൾ ഫ്രാഞ്ചൈസിക്ക് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ തരിക. അതേപോലെ തന്നെ ഇത് എങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത് അത് ഓട്ടോമേഷൻ ചെയ്യണം എന്ന് അറിയാൻ താല്പര്യമുള്ളവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ എല്ലാ പൂർണ്ണ വിവരങ്ങളും ഞങ്ങളുടെ ടീം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ബിസിനസ് ബൂസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാൻ ഇതിലും വലിയൊരു അവസരം ഇനി ഉണ്ടാവാനില്ല. ഇനി കസ്റ്റമേഴ്സ് ഇല്ല അല്ലെങ്കിൽ ബിസിനസ് നടക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും നിങ്ങൾ വിഷമിക്കരുത്. അതിനാണ് നിങ്ങളുടെ ബിസിനസ്സിൽ ഓട്ടോമേഷൻ എന്നുള്ള സംവിധാനം. അപ്പോൾ നെക്സസിൻ്റെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണിത്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് മനസ്സിലാക്കുക. നിർബന്ധമായും ഇതിൽ താല്പര്യമുള്ള ആളുകൾ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുക. കാരണം ഒരു വീഡിയോയ്ക്ക് കൊടുക്കുന്ന കാര്യങ്ങളിൽ പരിധിയുണ്ട്. നമ്മൾ നേരിട്ട് ഇൻട്രാക്ഷൻ ചെയ്യുമ്പോഴാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ വ്യക്തമാവുക. ഞാൻ തന്നെയായിരിക്കും അതിന് ട്രെയിനർ. ഞാൻ നിങ്ങൾക്ക് വേണ്ട എല്ലാ വിവരങ്ങളും നേരിട്ട് പകർന്നു നൽകുന്നതാണ്. അപ്പോൾ ഇനി പുതിയ ഒരുപാട് വീഡിയോകൾ ഇനി വരാനുണ്ട്. അപ്പോൾ പുതിയ വീഡിയോകളുമായിട്ട് AI ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ കുറേ വീഡിയോകൾ വരാനുണ്ട്. അപ്പോൾ പുതിയ വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ ഐ ആം സൈനിങ് ഓഫ് സജിത് നായർ. താങ്ക് യു.